ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസം ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. കുഞ്ഞു വീഡിയോ നമ്മളിവിടെ അടുത്ത് തന്നെ പോയതാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ മൊട്ടക്കാവിന്ന് വഞ്ചം വരെയുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് നമുക്ക് ഇറങ്ങാമല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി നേരെ ആട്ടോ അപ്പുറത്താണ് കിടക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ആട്ടോ എടുക്കാൻ പോവുകയാണ്. നേരെ പോയി ആട്ടോ എടുത്തു. നമ്മളിവിടെ നിന്നും നേരെ അതാ മൊട്ടക്കാവ് നമ്മളെ ഇവിടെ കേറുന്ന സ്ഥലമാണ്. മീനുട്ടി കണ്ടോ? മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. ബാവച്ചി മീനുട്ടി ഇന്ന് മാച്ച് ഡ്രസ്സാണ്. അപ്പം അതിൽ അവൾ കുറച്ച് എന്തൊക്കെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കിയിട്ട് അത് ഒട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വഞ്ചോത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ മൊട്ടക്കാവിൽ നിന്ന് വഞ്ചോത്തോട്ട് പോകുന്ന അവിടുത്തെ ഒരു ഏരിയയാണ്. അപ്പം ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം നാട് വീഡിയോയിൽ കൂടെ കണ്ടപ്പോൾ എന്ത് നല്ല ഭംഗി, എന്ത് നല്ല പച്ചപ്പെന്നൊക്കെ പറയായിരുന്നു. ഇത് കാടാണ്, എന്നാലും റബ്ബർ മരങ്ങളൊക്കെയാണ്. എന്നാൽ തന്നെയും നമ്മളത് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാറ്. വീടാണ്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഇടയ്ക്ക് റോഡിലോട്ട് ഇടിഞ്ഞ് വീണ സ്ഥലമാണിത്. ഇടയ്ക്ക് വീഴും, അപ്പോഴന്നെ പെട്ടെന്ന് മണ്ണൊക്കെ മാറ്റും കേട്ടോ. അതായത് ഇത് കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞതാണ് കേട്ടോ. ഇടിഞ്ഞിടിഞ്ഞ് കുറെ അത് തീർന്ന്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആ വീടുണ്ടായിരുന്ന രണ്ടുപേരെ അവിടെ നിന്ന് മാറ്റി വേറെ പഞ്ചായത്ത് സ്ഥലമൊക്കെ കൊടുത്ത് അവർക്ക് മാറ്റി കേട്ടോ. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മള് വഞ്ചത്ത് നിന്നും കൂപ്പ് റോഡിലോട്ട് കയറി പോകുമ്പോഴുള്ള അവസ്ഥയാണിത് എന്ന് പറയുമ്പോ ഇത് കേന്ദ്ര സർക്കാരിന്റെ എന്തോ ഒരു പദ്ധതി പൈപ്പ് ലൈന് വേണ്ടി പൊളിച്ചപ്പോഴേ മൊത്തം അത് ടാറ് മുഴുവൻ ഇളവി പോയി കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇതുവഴി അങ്ങനെ അധികം വണ്ടികളൊന്നും ഇപ്പം അങ്ങനെ വരാറില്ലെന്നല്ല, വന്നാൽ തന്നെ അവർക്ക് തന്നെ മുതലാകത്തില്ല. കാരണം വണ്ടി പണിക്ക് കിട്ടുന്ന പൈസ വരെ തികയത്തുള്ളൂ കേട്ടോ. നമുക്ക് തന്നെ ഓട്ടോയും കൊണ്ട് വരാനൊക്കെ ഇതുവഴി ഭയങ്കര പേടിയാണ്. അപ്പം ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു നേരം മാത്രമേ ബസ്സുള്ളൂ. രാവിലെ ഒരു 6 മണിയാകുമ്പം നമ്മുടെ വിദ്ര സ്റ്റാൻഡിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജ് ബസ് ഇതുവഴി ചുള്ളുമാൻ്റെ വഴി പോകും കേട്ടോ. ആ ഒരൊറ്റ ബസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ പോകുന്നതെല്ലാം ചെറിയ വാഹനങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബസ്സൊന്നുമില്ല, അങ്ങനെ വലിയ വാഹനങ്ങളും പോകാനൊന്നും ഇല്ല. പിന്നെ അഥവാ ഈ ലോഡിങ് വണ്ടിയൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെയും പഞ്ചായത്തിൽ നിന്ന് ഇതിനെ അനുവദിച്ച് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തോ തുകയൊക്കെ അനുവദിച്ച് കിടപ്പുണ്ടെന്ന് പറയുന്നു. നമ്മളെ ഇത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടേ. അപ്പോൾ ആ കുലുക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടിട്ടോ. നമ്മളെ സ്വന്തം നാട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാടിന് ഇത്രയും ഭംഗിയുണ്ടല്ലോ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് താഴെഭാഗം കുഴിയാണ് കേട്ടോ. കുഴിയാണ്, നല്ലൊരു കുഴിയാണ്. പകല് കണ്ടിട്ടുള്ളതാണ് പന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കിടക്കുന്നത്. ആ കുഴിക്കകത്ത് ഒരൊറ്റ വീട് മാത്രമാണ് കേട്ടോ ഉള്ളത്. ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. പിന്നെ 2-3 കുളം എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പറ്റിയ സമയത്ത് തൊഴിലുറപ്പുകാരൊക്കെ ആദ്യമൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നു. അല്ലാതെ അധികം അങ്ങോട്ട് ആരും ഇറങ്ങത്തില്ല. അതെല്ലാവരും ഓരോരുത്തരെ പെരേഡായിട്ട് നമ്മുടെ പേരുമ്പൂടും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് കാണുന്നതാണ് ഒരു പെരേഡ്. ആ പുരയിടത്തിൽ മൊത്തം പാറയാണ്. അതെ, ആ ഏരിയ കുറെ അങ്ങ് പാറ തന്നെയുണ്ട്. ഇടയ്ക്ക് നമ്മൾ വിചാരിച്ചായിരുന്നു ഇന്ന് വിഴിഞ്ഞം പോർട്ടുകാർ കൊണ്ടുപോകുന്നു. അത് പിന്നെ ഒന്നും ആയില്ല. നമ്മള് നേരെ ഇവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ഇവിടെ നിന്ന് നടന്നു പോകാൻ ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരുപാട് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ വീട്. എന്നാലും വിചാരിച്ചു ഒന്നുകൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും വരുമ്പോഴും നമുക്ക് ഓരോ സമയത്തും ഓരോരോ വിശേഷങ്ങളാണ്, നമ്മൾ ഓരോ സന്തോഷമൊക്കെ ആണല്ലോ. എന്നാ പോകുന്നുണ്ടേ, നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നമുക്ക് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈപ്പ് ലൈൻ. അപ്പൊ ചെന്നപ്പോ അമ്മ പറഞ്ഞു എന്റെ ചെടികളൊക്കെ നോക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മ പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ നമ്മള് വീഡിയോ കൂടി എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാ വീഡിയോ എടുക്കുന്നത്. നമ്മ കുറേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ മീനക്കുട്ടി ഇവിടെ ഓടി നടന്നെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ നട്ട് പിന്നീട് അങ്ങോട്ട് വെക്കാന്നും പറഞ്ഞ് നിർത്തിയിരിക്കുന്നതാണേ. അമ്മയ്ക്ക് കിട്ടുന്നത് മാത്രമല്ല, ഇവിടെ നിന്നതൊക്കെ അമ്മ ഒടിച്ച് വൃത്തിയാക്കി നടന്നതാണ്. ചെടിച്ചട്ടി പുതിയത് വാങ്ങിച്ചിട്ട് നടുന്നതാണ്. ഞാൻ അങ്ങനെ ബാക്കിൽ വന്ന് നോക്കിയായിരുന്നു താഴെ ഭാഗം. അപ്പൊ ഞാൻ താഴെ ഭാഗം നിങ്ങളെ കൂടെ കാണിക്കാൻ. ഇതൊരു കുഴിയാണ് കേട്ടോ. മൊത്തം പന്നി ഉണ്ടായിരുന്ന ഏരിയ. ഇപ്പൊ പന്നിയൊന്നുമില്ല. ഇവിടെ വന്നിട്ടുണ്ട്. മാനുണ്ട്, കുരങ്ങന്മാര് ഭയങ്കര ശല്യമാണ് കേട്ടോ. കുരങ്ങന്മാർ നമ്മളെ വീടിനകത്തോരെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് പലഹാരമൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നിനും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത്. ഞാൻ ഇവിടെ നിന്ന് നേരെ നോക്കിയങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ താഴെ നോക്കിയാൽ മതി.
പിന്നെ മാന് 1, 2 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ല. പിന്നെ പോത്തൊരിക്കെ കണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ ഒന്നും കണ്ടില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചെറിയൊരു സദ്യക്കുള്ള തയ്യാറെടുപ്പാണ്. അമ്മയും പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ആ ജോലിയാണ് കേട്ടോ. ഈ സമയം നോക്കിയപ്പോൾ ദാ പുറത്തുനിന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വലിയ മഴയൊന്നും അല്ല. ഒരു കുഞ്ഞു മഴ. മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും, പിന്നെയും മഴ, അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. അപ്പം നമ്മൾ അതും പുറത്തൊന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനൊരു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞൊരു കട്ടൻ ഇട്ട് കൊടുത്ത് ചേട്ടനും പപ്പയും കൂടെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണേ. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നില്ലേ നമുക്ക് കുറച്ച് വിറവ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു വട്ടയല്ലേ അതെ, അവിടെ നിന്നൊരു വട്ട ഞാൻ മുറിച്ചായിരുന്നു. മുറിച്ച് അതൊന്ന് കീറി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ കൊണ്ടുപോകുന്നുള്ളേ. ഇവിടെ വരുമ്പോൾ എന്തായാലും നമ്മൾ വണ്ടി വെറുതെ പോവല്ലെന്ന് വെച്ച് കുറച്ച് എടുത്തിട്ട് ഇവിടെയും കൊടുത്ത് ബാക്കി കുറച്ച് നമ്മളും കൊണ്ടുപോകും കേട്ടോ. വരുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. പിന്നെ അമ്മയും കുറച്ച് വിറവ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ചോറ് കഴിക്കാൻ നേരമായി. അപ്പോൾ നമ്മൾക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ചേട്ടാ ഈ സമയത്ത് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇലയൊക്കെ ഇട്ട് ഞാനും ചേട്ടനും മീനുക്കുട്ടി ഞങ്ങൾ ഇലയിലാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഇലയിൽ ഇത്തിരി ചോറ് കൊടുത്താൽ ചില ദിവസങ്ങളൊക്കെ മീനുക്കുട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോറുണ്ട്, പരിപ്പ്, പപ്പടം, കിച്ചടി, കിച്ചടി, പച്ചടി, അവിയലും പിന്നെ നെല്ലിക്ക അച്ചാറും ഇത്രയേ ഉള്ളേ. ബീഫ് അച്ചാറും ഉണ്ടായിരുന്നു. ചേട്ടന് സ്പെഷ്യലായിട്ട് ബീഫ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേട്ടാ കുറേ വിറവൊക്കെ ഓട്ടോയിൽ പറക്കി വെച്ചു. ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്നൊക്കെ നുള്ളി പറക്കിയൊക്കെ എടുത്തു. ഇനി നമ്മളെ വീട്ടിലോട്ട് പോവുകയാണേ കൂട്ടുകാരെ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു തോടാണ് ഇത്. മീനൂട്ടി നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ആട്ടുകാൽ ഏരിയയിലുള്ള ഒരു തോടും കൂടെ മീനൂട്ടി ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തോട്ടിലിറക്കി. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.